സമാനതകളില്ലാത്ത നമ്മുടെ നാടിനെ ആകെ വേദനിപ്പിച്ച 298 പേരുടെ ജീവൻ എടുത്ത ഒരു ദുരന്തമായിരുന്നു മുണ്ടക്കയിലുണ്ടായിരുന്നത്. നാടാകെ ചേർന്ന് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നമ്മുടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും സന്നദ്ധ സംഘടനകളും ഒറ്റക്കെട്ടായി ഓരോ മനസ്സോടുകൂടിയായിരുന്നു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അവിടെ അണിനിരന്നിരുന്നത്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും ജൂലൈ 30 പുലർച്ചെ തന്നെ അവിടെ എത്തിയിരുന്നു. ആ കൂട്ടത്തിൽ സ്ഥല MLA ഒക്കെ ഉണ്ട്. ഞങ്ങൾ അതിനൊന്നും നിഷേധിക്കുന്നേയില്ല. വനിതയാണ് ഒരു ജില്ലാ കലക്ടർ. അവരുൾപ്പെടെയുള്ള ആൾക്കാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആരും മറക്കേണ്ട ഒരു കാര്യമല്ല. നാടാകെ ഒരുമിച്ച് നിൽക്കുകയാണ്. MLA മാത്രമാണെന്ന രീതിയിൽ അതിനെ ചുരുക്കി കാണേണ്ട ഒരു കാര്യമില്ല. നാടാകെ ഒരുമിച്ച് നിൽക്കുകയാണ്. MLA അവിടെ ഉണ്ടാവണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ഉണ്ടായിരുന്നു താനും. അതിനൊന്നും ഞങ്ങൾ നിഷേധിക്കാനേ വരുന്നില്ല. പക്ഷെ പിന്നീട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ സർക്കാർ ഒരു ലോകോത്തര മാതൃകയിൽ ഒരു ടൗൺഷിപ്പ് തന്നെ അവിടെ പണിയണം എന്ന് പറഞ്ഞ് സർവകക്ഷി യോഗം കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ ആദ്യം എല്ലാവരും അതിനോട് യോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു പൊതു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറി. 2221 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേരളത്തിലെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. ദേശീയ ദുരന്ത നിവാരണ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടായിരുന്നു ആ ആവശ്യം ഉന്നയിച്ചിരുന്നത്. അല്ലാതെ ഭരണഘടനാപരമായി തരേണ്ടുന്ന ബാധ്യതയായിരുന്നു. അതൊന്നും നിർവഹിച്ചില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വൈകി. അപ്പോഴും ഇടപെട്ടില്ല. കേന്ദ്രം മൗനിയായിട്ട് അവിടെ നിന്നിരുന്നു. പിന്നീട് 260 കോടി രൂപ പല നിബന്ധനകൾക്ക് വിധേയമായി തന്നു എന്നല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച രീതിയിലുള്ള ഒരു സമീപനം കേരളത്തിലെ ഗവൺമെൻറ്റിനോട് കാണിച്ചില്ല. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്തരം സമീപനങ്ങളെ ഏറ്റവും ശക്തമായി ചോദ്യം ചെയ്യേണ്ടതും മാതൃകാപരമായി സ്വീകരിക്കേണ്ട ഒരാളാരാണ്? കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥലം MP ആണ്. പ്രിയങ്ക ഗാന്ധിയാണ്, വയനാടിൻ്റെ MP. അവർ ആ കാര്യത്തിൽ അതിശക്തമായൊരു നിലപാട് സ്വീകരിച്ചില്ല. മാത്രമല്ല, അവർ തന്നെ പറഞ്ഞു ഇന്നലെ കൽപ്പറ്റയിൽ 10 ഇന്ന് അദ്ദേഹം അവരും കൂടി ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവർ പങ്കെടുത്തില്ല. കഴിഞ്ഞ 2 ദിവസം വയനാട്ടിലുണ്ടായിരുന്നു. വല്ലപ്പോഴും വിരുന്നുകാരെത്തുന്ന പോലെയാണ് അവർ വരുന്നത്. എന്തോ ആവട്ടെ. പക്ഷേ അവർ പറഞ്ഞു കേരളത്തിന് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ MPമാരും പൈസ കൊടുത്തു. ജോൺ ബ്രിട്ടാസ് 1 കോടി കൊടുത്തു. മറ്റ് MPമാർ ഓരോരുത്തരും കണക്ക് ഞാൻ പറയുന്നില്ല. സ്ഥലം MP ഒരു 10 പൈസ കേരളത്തിലെ ഗവൺമെൻറ്റിന് കൊടുത്തില്ല. അപ്പോൾ മനോഭാവം എന്താണ്? അതാണ് നേരത്തെ കോൺഗ്രസ് സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. MP തന്നെ മാതൃകാപരമായൊരു നിലപാട് സ്വീകരിച്ചില്ല, പൈസ കൊടുത്തില്ല. ആ നിലപാടാണ് ഉണ്ടായിരുന്നത്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. NGO അസോസിയേഷൻ കേരളത്തിലെ ഗവൺമെൻറ് എഴുതിയ ഉത്തരവ് പരസ്യമായി കത്തിച്ചു. പണം കൊടുക്കേണ്ടതില്ല എന്ന് അന്നത്തെ KPCC പ്രസിഡന്റ് K. സുധാകരൻ തന്നെ പറഞ്ഞു. ആ ഒരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഇതിനോട് യോജിച്ച് നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അല്ലല്ലോ. പിന്നെ വൈകി എന്ന് പറയുന്നത് ആ ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കണമെന്നുള്ളത്. വയനാട്ടിൽ റവന്യൂ ഭൂമി വളരെ കുറവായിരുന്നു. അപ്പോഴാണ് ഒക്ടോബർ 24 കഴിഞ്ഞ 2025 ഒക്ടോബർ 24 ഭൂമി എടുക്കലും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം തന്നെ അത് എസ്റ്റേറ്റ് ഭൂമികളായിരുന്നു. അവർ കോടതിയെ സമീപിച്ചു. ആ കോടതിയെ സമീപിച്ചത് തെറ്റാണെന്ന് സ്ഥല MLA പറഞ്ഞോ? ഈ ഭൂമി വിട്ടുകൊടുക്കേണ്ടതെന്നുള്ള നിലപാട് സ്വീകരിച്ചോ? ഒന്നും സ്വീകരിച്ചില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സ്ഥലം MLA ശ്രീ സിദ്ദിഖ് ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു നടപടിയാണെന്ന രീതിയിൽ അതിനെ പരിഹസിക്കാനും പുച്ഛിക്കാനും തയ്യാറായി. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ? അതുകൊണ്ട് അദ്ദേഹം സംസാരിച്ചൊരു ചടങ്ങിൽ വൈകിട്ടൊരു കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. ഇത് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി. അവസാനം ഏപ്രിൽ 13 പണി ആരംഭിക്കാൻ നിശ്ചയിക്കുകയായിരുന്നു. ഏപ്രിൽ 13 പണി ആരംഭിക്കാൻ നിശ്ചയിച്ചപ്പോൾ കോൺഗ്രസ് തൊഴിലാളി സംഘടനയായ INTUC നേതൃത്വത്തിൽ വന്ന് തടഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു ഗവൺമെൻറ് തൊഴിലാളികൾക്ക് കാശ് കൊടുക്കണം, അത് കൊടുക്കേണ്ടത് ഗവൺമെൻറ് അല്ല മാനേജ്മെൻറ്റാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം വലിയ രീതിയിൽ കളിയാക്കി, സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചു. പക്ഷേ കോടതി ഉത്തരവ് പ്രകാരം മാനേജ്മെൻറ്റ് തന്നെ തൊഴിലാളികൾക്ക് 13 കോടിയോളം രൂപ കൊടുത്തു. ഇതാണ് ഈ ഗവൺമെൻറ് എടുത്തൊരു നിലപാട്. വൈകിയത് കോടതി വ്യവഹാരങ്ങൾ, ഭൂമി കണ്ടെത്തുന്നതിനുള്ള നടപടികളിലെ വീഴ്ച, മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടാണ്. 230 വീട് കോൺഗ്രസ് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധിയുടെ വക 100, കോൺഗ്രസിൻ്റെ വക 100, 30 വീട് യൂത്ത് കോൺഗ്രസിൻ്റെ വക ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അവരൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നപ്പോൾ 3 ഏക്കർ സ്ഥലം മേടിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നു. എന്നിട്ട് തറക്കല്ലിട്ടു. അതൊക്കെ നല്ല കാര്യം, അവരുടെ കാര്യം എന്തോ ആവട്ടെ. പക്ഷേ ആ തറക്കല്ലിട്ടതിനെ റവന്യൂ മന്ത്രി ഇത്രയും വൈകി എന്ന് ആരാ പറയുന്നത്? കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് പറഞ്ഞത്. നിങ്ങൾ 230 വീട് പറഞ്ഞിട്ട്
വൈകി എന്നുള്ളതിന് ഈ സർക്കാരിനെ വിമർശിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ വേറിട്ട് പോയിട്ടിരുന്നു എന്തൊക്കെയാണ് നിങ്ങൾ നുണപ്രചരണം നടത്തിയത്? സർക്കാർ ഭൂമി തന്നില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞില്ലേ? സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾ നുണകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്, നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ആ നുണകൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ ചാനലുകളിലെല്ലാം പ്രചരിപ്പിച്ച് നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. അതാണ് ഉണ്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സിദ്ദിഖ് MLA പ്രസംഗിച്ചിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അദ്ദേഹത്തിന് നേരെ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നതാണ്. ഞങ്ങൾ വയനാട് ജില്ലയിലെ ആൾക്കാർ മാത്രമാണ് അവിടെ പങ്കെടുക്കണമെന്നേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. ഇത്രയും വലിയൊരു സംഭവത്തിൽ നാടിൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. അത് ഇന്ന് മാത്രമല്ല, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോഴീ രാത്രി പോലും അവിടെ ആളുകളുണ്ട്. ആളുകൾ വന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ്. ലോകോത്തര മാതൃകയിൽ സർവതലസ്പർശിയായിട്ടുള്ള ഒരു ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതി, അത് ലോകത്തിന് തന്നെ ശ്രദ്ധിക്കാൻ കഴിയാവുന്ന രീതിയിലാണോ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാഭാവിക പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ടാവും. എങ്കിലും ഞങ്ങൾ അതിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല, ന്യായീകരിക്കേണ്ട കാര്യവും ഞങ്ങൾക്കാർക്കുമില്ല. കാരണം ഞങ്ങൾ ആ നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. ആ സ്വാഭാവികമായിട്ടൊരു പ്രതിഷേധം, ഒരു പ്രതികരണം ഉയർന്നു വന്നതാണ്. അതിനെ അങ്ങനെ കാണുന്നതിനപ്പുറത്തേക്ക് കാണുന്നത് അത് സ്വയം അദ്ദേഹം വാങ്ങിയെടുത്താണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതായിരുന്നു. അവിടെ പലപ്പോഴും അവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഒരു ദിവസം അവിടെ എല്ലാവരും കൂടി പോയി. ഈ അടുത്ത ദിവസം ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിദ്ദിഖ് MLA നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ ഭാരവാഹികളെല്ലാം കൂട്ടി അവിടെ പോയി. എന്നിട്ട് അദ്ദേഹം യാതൊരു പ്രയാസവും ഇല്ലാതെ പറയുകയാണ്, ഇത് കർണാടക ഗവൺമെൻറ്റിൻ്റെ പൈസ കൊണ്ടുണ്ടാക്കുന്നതാണ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? കോൺഗ്രസിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അപ്പുറത്തുണ്ടല്ലോ, അങ്ങനെയാണോ പറയേണ്ടത്? കർണാടക ഗവൺമെൻറ് കാശ് തന്നിട്ടുണ്ട്, ആന്ധ്ര ഗവൺമെൻറ് തന്നിട്ടുണ്ട്, തമിഴ്നാട് തന്നിട്ടുണ്ട്, രാജസ്ഥാൻ ഗവൺമെൻറ് തന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങളെല്ലാം ദുരന്തം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണം കൈമാറാറുണ്ട്. അതെല്ലാം നമ്മുടെ രാജ്യത്തൊരു രീതിയാണ്. അതിനെ കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഈ കാര്യങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്നതെന്ന രീതിയിൽ കാണാനും അതനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നതിലും രാഷ്ട്രീയമായ ഒരു നില സ്വീകരിച്ചത് പ്രിയപ്പെട്ട MLA ആയിരുന്നു, പ്രിയപ്പെട്ട MP പ്രിയങ്ക ഗാന്ധി ആയിരുന്നു. പ്രിയങ്ക ഗാന്ധി പറയുകയല്ലേ, ഒറ്റ പൈസ ഞാൻ ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല. വയനാടിൻ്റെ MP അല്ലേ. മരിച്ചുപോയവരുടെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ലല്ലോ, എത്രയോ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും ഒരു രാഷ്ട്രീയമില്ലാത്തവരും വ്യത്യസ്ത ജാതി മത ചിന്താഗതിക്കാരായ ആൾക്കാരെല്ലാം മരിച്ചുപോയില്ലേ. ദുരിതം അനുഭവിക്കുന്നവർക്ക് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയിട്ടാണോ നമ്മൾ ഇടപെടുക? അവിടെ MP കാണിക്കേണ്ടുന്ന മാതൃകയാണോ കാണിച്ചതെന്ന് പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ സുഹൃത്തിന് പറയാൻ വേണ്ടി കഴിയുമോ? അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് പെരുമാറിയതുപോലെ തന്നെ നമ്മുടെ MPയും പെരുമാറി. അതിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, ഏത് MPക്ക് വേണമെങ്കിലും പൈസ കൊടുക്കാം. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും വയനാടിൻ്റെ മുൻ MPയും അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് വയനാടിന് 2 MP ഉണ്ട്. ഒന്ന് ഞാൻ രാഹുൽ ഗാന്ധി എന്ന നിലക്ക് വയനാടിൻ്റെ MP ആണ്, പിന്നെ എൻ്റെ സഹോദരിയുമുണ്ട്, ഞങ്ങൾ 2 MPമാരുണ്ട് എന്ന് പറഞ്ഞിട്ട് 10 പൈസ കൊടുത്തോ? അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രതിഷേധം അവിടെ ഉയർന്നു വന്നിട്ടുണ്ടാവും.